നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ സ്വർണ്ണമായിരുന്നു വിമാനത്താവളങ്ങൾ വഴി ഏറ്റവും കൂടുതൽ കടത്തിക്കൊണ്ടുവന്നിരുന്നത്. വലിയ അളവിലൊക്കെ സ്വർണം കടത്തുന്നത് വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് പിടികൂടാറുണ്ട്. കേരളത്തിലും ഇത് കുറവല്ല. തിരുവനന്തപുരത്തടക്കം വലിയ രീതിയിലാണ് സ്വർണം ഇത്തരത്തിൽ പല ആളുകളും വിമാനത്താവളങ്ങൾ വഴി കടത്താറുള്ളത്. വലിയ രീതിയിൽ പിടിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അതും പിടിക്കപ്പെടാതിരിക്കാൻ സ്വർണത്തിനെ ഉരുക്കി മറ്റൊരു രീതിയിലൊക്കെ വളരെ മാരകമായ വഴിയിലൂടെയെല്ലാം സ്വർണം കടത്തുന്നതും പതിവാണ്. എന്നാൽ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സ്വർണത്തേക്കാൾ കൂടുതൽ കടത്തുന്നത് ഇപ്പോൾ മൃഗങ്ങളെയാണ്. അതും ചിലപ്പോൾ ജീവനോടെ അല്ലെങ്കിൽ അതിനെ കൊന്നിട്ടായിരിക്കും ഇത്തരത്തിൽ വിമാനത്താവളങ്ങളിൽ സ്യൂട്ട് കേസിലാക്കിയിട്ട് കടത്തുന്നത്. ഇപ്പോഴിതാ ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഒരു യാത്രക്കാരന്റെ ലഗേജ് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കിട്ടിയത് ജീവനുള്ള പാമ്പ്, കുരങ്ങന്റെ കൈ, ചത്ത പക്ഷി, മുട്ടകൾ, ഏലസുകൾ എന്നിവയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്ത ഒരു യാത്രക്കാരന്റെ ലഗേജിൽ നിന്നാണ് ദുബായ് കസ്റ്റംസ് ഇവ പിടിച്ചെടുത്തത്. ഒന്നാം ടെർമിനലിൽ ഇറങ്ങിയ യാത്രക്കാരന്റെ പെരുമാറ്റത്തിലും ലഗേജിലും സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധന നടത്തുകയായിരുന്നു. ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ പാക്ക് ചെയ്ത നിലയിലാണ് പാമ്പിനെയും മറ്റും കണ്ടെത്തിയത്. ബോക്സ് തുറന്ന ഉദ്യോഗസ്ഥർ ജീവനുള്ള പാമ്പിനെ കണ്ട് ശരിക്കും അമ്പരന്നു. യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത് പോലീസിന് കൈമാറി. ഇയാൾ ദുർമന്ത്രവാദിയാണെന്നാണ് കരുതുന്നത്. ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിക്കാനായി UAE കൊണ്ടുവന്നതാണ് ഇവയെന്നാണ് കരുതുന്നത്. മുട്ടകൾ, ഏലസുകൾ എന്നിവയടക്കം ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതെന്ന് കരുതുന്ന വിവിധ വസ്തുക്കളും ഇയാളുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി. ഇത് ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതെന്നും ദുബായ് കസ്റ്റംസ് സൂചിപ്പിച്ചു. പിടിച്ചെടുത്ത വസ്തുക്കൾ കൂടുതൽ പരിശോധനകൾക്കായി മതകാര്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വകുപ്പ് ഇവ പരിശോധിച്ചു വരികയാണ്. പരിശോധനയ്ക്കിടെ ആദ്യം കണ്ടെത്തിയത് ജീവനുള്ള പാമ്പടങ്ങിയ പ്ലാസ്റ്റിക് പെട്ടിയാണ്. വസ്ത്രങ്ങൾക്കിടയിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്. തുടർ പരിശോധനയിലാണ് കുരങ്ങന്റെ കൈ, ചത്ത പക്ഷി, ക്ഷുദ്രപ്രയോഗത്തിനായി പരുത്തിയിൽ പൊതിഞ്ഞ മുട്ടകൾ, മന്ത്രവാദ വസ്തുക്കൾ, മാല, കടലാസ് എഴുത്തുകൾ എന്നിവയുൾപ്പെടെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തിയത്. അസാധാരണമായ ചിഹ്നങ്ങളുള്ള മൃഗത്തോലിന്റെ ഒരു ഭാഗവും കണ്ടെത്തി. 2018-നും 2020-നും ഇടയിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 68 കിലോയിലധികം ബ്ലാക്ക് മാജിക് വസ്തുക്കൾ പിടികൂടിയതായി ദുബായ് കസ്റ്റംസ് അറിയിച്ചു. എല്ലുകൾ, നഖങ്ങൾ, രക്തം, ലോഹക്കഷ്ണങ്ങൾ, മൃഗത്തോലുകൾ, ബ്ലാക്ക് മാജിക് പുസ്തകങ്ങൾ, മുത്തുകൾ, മത്സ്യത്തിന്റെ അസ്ഥികൂടങ്ങൾ, മോതിരങ്ങൾ എന്നിവ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മുൻപ് കണ്ടുകെട്ടിയിരുന്നു. നിയമവിരുദ്ധമായി സാധനങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുന്നത് തടയാൻ ദുബായ് കസ്റ്റംസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചു വരികയാണെന്നും ടെർമിനൽ 1-ലെ പാസഞ്ചർ ഓപ്പറേഷൻസ് വകുപ്പ് സീനിയർ മാനേജർ ഖാലിദ് അഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 28 ബുധനാഴ്ച ദുബായ് കസ്റ്റംസ് ഉള്ളിച്ചാക്കുകളിൽ ഒളിപ്പിച്ച 26 കിലോയിലധികം കഞ്ചാവും പിടികൂടിയിരുന്നു. ജനുവരിയിൽ ഏകദേശം 3 ലക്ഷം മയക്കുമരുന്ന് ഗുളികളും കണ്ടെത്താനുള്ള നീക്കം തടഞ്ഞിരുന്നു.